ാനുള്ളൊരു പ്ലാന് അല്ലെങ്കിൽ ഒരു ഇത് ഉണ്ട്. അപ്പം ആ ദിവസം നാളെയാണ്. അപ്പം നാളെ ഏട്ടൻ്റെ അടുത്തമ്മയുടെയും താലിയേട്ടാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ 10 വീഡിയോസ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല ഇപ്പോൾ. പക്ഷെ നമ്മൾ നാളെ അങ്ങനത്തെ ഒരു ഡേ ആണ്. അപ്പം അത് നമുക്കൊരു നല്ലൊരു ഇതായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. കഴിഞ്ഞില്ലേ? എവിടെ പോവാ? എവിടെ പോവാട്ടാ? എല്ലാവർക്കും നമസ്കാരം. പുതിയ നാടകം നമ്മുടെ മല്ലോ ഫാമിലി സുജിൻ പൊന്നൂസിനെ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജാതകത്തില് ദോഷമാണ്, ഞാൻ 2ാം ഘട്ടമൊക്കെ കെട്ടും, ജാതകത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നാട്ടുകാരെ പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കതല്ലേ ഇത് കണ്ടിട്ട് അയ്യോ ഞങ്ങൾ കാത്തിരുന്ന സ്വപ്നം നിങ്ങൾ ഒന്നിച്ചു എന്ന് പറഞ്ഞും കൊണ്ട് മൊണ്ണത്തനം പറയുന്ന കുറെ കാട്ടുമൊണ്ണകളുണ്ട്. അതിനെയൊക്കെ കാണുമ്പോഴാണ് ഈ കാട്ടാവരാധം കാണാൻ കുറെ കാട്ടുമൊണ്ണകൾ, അതാണ് ഉദ്ദേശിച്ചത്. അത് എനിക്ക് റിയലി പുച്ഛം തോന്നുന്നത്. സീരിയസ്ലി പറയാലോ, കാണുമ്പോൾ പുച്ഛം മാത്രമാണ്, വേറെ ഒന്നും എനിക്ക് അവരോട് തോന്നുന്നില്ല, വേറെ ഒന്നും എനിക്ക് പറയാനുമില്ല. അമ്മാതിരി പുച്ഛവും പരിഹാസവും ഒരു 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 സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വിവരം ബോധം പൊക്കണമില്ലാത്ത ടീംസ് ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ താട്ടൻ, നമ്മളെ താട്ടത്തീട്ടന്റെ ഒരു മെഴുകുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും കല്യാണം കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും വീട്ടിൽ കാറെടുത്ത് ബസ് എടുത്തില്ല, കുറെ ഏതൊക്കെ ലക്ഷറി കാറുകളൊക്കെ എടുത്ത്. ലക്ഷറി കാറല്ല, ജസ്റ്റ് ചെറുതായിട്ട് അവരുടെ ബിസിനസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെയൊക്കെ കാട്ടിക്കൊട്ടി. എന്നിട്ട് പിന്നെ അടുത്തിനി എന്തൊക്കെയോ കുറച്ച് കാർ എടുത്ത് അവരിങ്ങനെ നാടകം കളിച്ച് നിരത്തിട്ടുണ്ട്. ബെഞ്ച്, BMW, ഓടി എല്ലാം ഉണ്ട്. ഫോർച്യൂണർ എടുത്തില്ല കേട്ടാ. കളിയാക്കൽ കിട്ടുമെന്ന് പറഞ്ഞ് ഫോർച്യൂണർ എടുത്തില്ല. എന്തായാലും നാട്ടുകാരെ മുഞ്ചിച്ച് ഇതിന്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സിന്റെ കണ്ണിൽ തന്നെ പൊടിയിട്ട് പുതിയ നാടകങ്ങളും ആയിട്ട് ഇറങ്ങിയിരിക്കണം. അവനറിയാം ഈ ഒരു കല്യാണം റിക്രിയേഷൻ ചെയ്യുമ്പോൾ വീണ്ടും അത് വൈറലാകും, വീണ്ടും അത് വേറൊരു ചർച്ചാ ലെവലിലോട്ട് പോകുമെന്ന് അവനും അറിയാം. അതിനുശേഷം അവൻ വന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുമ്പോൾ 1 മില്യണോ 2 മില്യണോ കുറഞ്ഞത് വ്യൂസ് അടിക്കും. അതിൽ നിന്ന് ഒരു 10 കുറച്ച് കണ്ണാപ്പി കുറച്ച് ടീംസ് ഉണ്ട്. അവരുടെ ഒരു കമന്റ് വായിക്കാം. നിങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നല്ല സങ്കടമായിരുന്നു, ഇപ്പോഴോ ഒത്തിരി സന്തോഷം, ഇനി എന്നും ഹാപ്പി ഒന്നും ആയിരിക്കില്ല. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് വ്യൂസ് ഡൗൺ ആകുമ്പം പിന്നെയും ഇതേപോലെ ഇറങ്ങിയിരിക്കും അവർ. 1-20 ലക്ഷം കൊണ്ട് അവൻ വീണ്ടും പോകും. ഇത്രയേ ഉള്ളൂ. ഇത് എവിടെയാണ് വിട്ടികൾ, ആരാണ് വിട്ടികളാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഓഡിയൻസ് ആണ്. ഓക്കെ, അവനെ കണ്ട് തെറി വിളിക്കുന്നവരെ ഒന്നും പറയത്തില്ല, പക്ഷെ അവനെ പോയി സപ്പോർട്ട് ചെയ്യില്ലേ മൊണ്ണകൾ. സപ്പോർട്ട് ചെയ്യണല്ലോ, തെറിവിളിയാണ് അവൻ ആവശ്യം. അങ്ങനെയും സപ്പോർട്ട് കിട്ടിയല്ലേ അവിടെ, അങ്ങനെയും കുറെ പേര് കാണാനായിട്ട് വരികയല്ലേ. അതാണ് അവരുടെ ടാക്ടിക്സ്. ഒന്നും പറയാനില്ല. ബെസ്റ്റ്. എന്തായാലും താട്ടാന്റെ തീട്ടത്തിന്റെ ആദ്യത്തെ മെഴുകളൊന്ന് കാണാം. എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അതെ. അടുത്ത കാർ എടുത്തെന്ന് തോന്നുന്നു. നമുക്കൊക്കെ ഭയങ്കര സുഖക്കുറവാണ്. നിനക്കല്ലേ ഇപ്പൊ സുഖത്തിന്റെ രാവുകൾ. നിനക്ക് ഭയങ്കര സുഖമാണ് എനിക്ക് മനസ്സിലായി. എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ നീ നമ്മളെ സൂചിപ്പിക്കണ്ട, നീ സൂചിച്ചിരുന്നു കേട്ടാ. നിന്റെ സുഖമൊക്കെ എവിടെ പോണെന്ന് നമുക്ക് മനസ്സിലായി. അത് വിട്. പ്രാർത്ഥിക്കുന്നു. അച്ചുട്ടോ, നീ ഞങ്ങൾക്കൊക്കെ വേണ്ടിട്ട് പ്രാർത്ഥിക്കും. എനിക്കല്ല, നിന്റെ കൂറ ഓഡിയൻസിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കൂ. അതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടാ. വണ്ണകളെ ഒന്നും പറയാനില്ല. വേറെ അമ്പലത്തിലാണ് ഞാന്. ഇന്ന് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, താട്ടന്റെയും തീട്ടന്റെ ഒക്കെ കല്യാണങ്ങളായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റിക്രിയേറ്റഡ് 2ാം കെട്ട്. ഒന്നേന്ന് കെട്ടിയോളെ തന്നെ വീണ്ടും കെട്ടി. ജാതകത്തിൽ എന്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, മീൻസ് പേരല്ല, ജാതകത്തിലുണ്ട് എനിക്ക് 2ാം കെട്ട് കെട്ടണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഭാര്യ തന്നെ ഒന്നുകൂടി കെട്ടിയെന്ന്. എന്തോന്ന് മൊണ്ണയുടെ ഇങ്ങനെയും കുറെ എണ്ണം. വേലയ്ക്ക് ശേഷം ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റ് ആക്കാൻ വേണ്ടി പോകുന്ന ഫുള്ളായിട്ട്. വീണ്ടും സഹിക്കണോ. എങ്ങനെയെങ്കിലൊക്കെ ആളുകളുടെ മുമ്പിൽ കോപ്രായങ്ങൾ കാണിച്ച് ജീവിക്കണം. അങ്ങനെ കുറച്ച് പണം സമ്പാദിക്കണം, കുറച്ച് കാറുകൾ വാങ്ങിയിടണം. ഇതൊക്കെയാണ് ലൈഫ്. ഇവനെ വന്നല്ലേ വീണ്ടും വ്ളോഗ് എന്നൊക്കെ പറഞ്ഞു. കുറെ സത്യം നമ്മൾ വ്ളോഗ് പോസ്റ്റ് ആക്കിയിട്ട് ഫുള്ളായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു വ്ളോഗ് പോസ്റ്റ് ആക്കിയിട്ട്. അതെങ്ങനെയാടാ നീ ഇത്രയും ദിവസം നാട്ടുകാരെ പറ്റിച്ച് കുറെ വ്ളോഗ് ഉണ്ടാക്കില്ല? അതല്ലേ നിന്റെ ഏറ്റവും സന്തോഷപരമായിട്ടുള്ള വ്ളോഗ്? എത്ര അതെ, അതിലല്ലേ ലക്ഷക്കണക്കിന് വ്യൂസ്, ലക്ഷക്കണക്കിന് ക്യാഷ്, ലക്ഷക്കണക്കിന് ആൾക്കാരാ കണ്ടത്. എത്ര രൂപയാ, എത്ര ഡോളറാ വീണത്? അതൊക്കെ നമ്മളെല്ലാരും മറന്നു വിചാരിച്ചു. ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റ് ആക്കാൻ വേണ്ടി പോവാണ്. ചിലപ്പോൾ വൈകുന്നേരം 7 മണിക്ക് അല്ലെങ്കിൽ നാളെ വൈകുന്നേരം 7 മണിക്ക് ഞാൻ പോസ്റ്റ് ആക്കാം. ഓക്കെ, നീ എപ്പ പോസ്റ്റ് ആക്കി ആർക്ക് ചെയ്യാതെ? നിന്റെ കുറെ മൊണ്ണ സബ്സ്ക്രൈബേഴ്സ് അല്ല, ബോധവും പൊക്കണോ ഇല്ലാത്ത കുറെ ടീം, കുറച്ച് ബോധമില്ലാത്ത
ഫോളോവേഴ്സ് ഇരിപ്പുണ്ട് കാണാനായിട്ട്. അയ്യോ എന്റെ സുജിനേട്ടായി കെട്ടിയോ, എന്റെ സുജിനേട്ടായി തൂറിയോ അങ്ങനെയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കുറച്ച് ഒരു പണിയില്ലാത്ത ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അല്ല നമുക്കൊന്നും വിഷയമേ ഇല്ല. പോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു 9:30 ഉള്ളില് 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ആക്കും. അച്ചടാ സർപ്രൈസ് ആയിരിക്കും അല്ലേ? ജഗണ്ണ ജഗണ്ണ ജഗ് ജഗണ്ണ ജഗണ്ണ ജഗ് ജഗണ്ണ ജഗണ്ണ ജഗ് ഝാ. ഓക്കെ, ഒരു നല്ലൊരു ദിവസം തന്നെ ആവട്ടെ. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ മൊണ്ണകൾ ഇഷ്ടപ്പെടുന്നവരല്ലേ, ഇഷ്ടപ്പെടാത്തവരും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ മൊത്തത്തിൽ പറയാൻ പറ്റില്ല, കുറച്ച് വാണം ടീംസ് മൊണ്ണകൾ എന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് തലയ്ക്കകത്ത് തീട്ടം നിറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ബോധമില്ലാത്ത കുറെ എണ്ണ, കൂടുതലൊന്നും പറയാനില്ല. ഒരു പോസ്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഞാനിപ്പോ അമ്പലത്തിൽ പോയി വന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ശരി. വേറെ എല്ലാ നാടകവും കഴിഞ്ഞിട്ട് അവൻ അമ്പലത്തിലെ പൊടിയിടാൻ പോയിരിക്കുകയാണ്. ഭഗവാന്റെ പൊടിയിടൽ നാടകം, ഭഗവാനെ പൊടിയിട്ട് നാടകം അടുത്തത്. ഇതാണ് അവൻ അടുത്ത് സന്തോഷപരമായിട്ട് ഇടാൻ പോയ വീഡിയോ. ഇത് ഈ വീഡിയോ അല്ല, ഇത് മറ്റേ പഴയ വീഡിയോ ആണ്. അതായത് സന്തോഷപരമായിട്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ട്, അതായത് പൊന്നൂസായിട്ടുള്ള കല്യാണം റിക്രിയേറ്റ് ചെയ്തത് ഒന്നുകൂടി നാട്ടുകാരെ കാണിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സിന് അയ്യോ ആരം കൊള്ളിക്കാൻ എല്ലാരും കാത്തിരിക്കുകയല്ലേ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടല്ലേ ചോറ് തിന്നാൻ, അതുകൊണ്ട് ഇടുന്നതാ ആയിട്ടൊരു പോസ്റ്റ് ഇടാൻ പോവുകയാണ് നമ്മുടെ സുജിൻ. അതായത് അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ അറിയാം. എന്തായാലും ഇവൻ കുറച്ച് ദിവസം മുന്നേ ലാസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു വെച്ചോ, ഒരു മണ്ടേക്കോ പറഞ്ഞു വെച്ചത് നിങ്ങളൊന്ന് കേൾക്കണം, എന്നിട്ട് നിങ്ങൾ ബാക്കി കാണണം, എങ്കിൽ അതിന്റെ ഒരു ഹരം കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിന്റെ പദ്ധതി നിത സതീശ് എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങൾ അവൻ അങ്ങനെ ഒന്നും പറയാറില്ല, അവൻ നല്ലവനാണ്. എല്ലാ വിഷയത്തിനും A+ കിട്ടി വാങ്ങി ജയിച്ചു പോയി പാസ്സായവനെന്നാണ് അവൻ പറയുന്നത്. എഴുതി പോടാ. ഇങ്ങനെയും കുറച്ച് കഥകൾ പണ്ടുണ്ടായിരുന്നു. പോടാ, തള്ളിയങ്ങ് മറിക്കുകയാണ്. ഞാൻ എന്റെ ഭാര്യയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, അവളാണ് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടത്. നാണമില്ലടാ നാട്ടുകാരുടെ മുമ്പിൽ വന്നിരുന്നത് ഇങ്ങനെ. അയ്യേ, എങ്ങനെ തോന്നുന്ന ഇത്? എന്ത് മൈക്കണം ഇത്? സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് നിനക്ക് ഒന്നും നേടിയെടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു വാണം എടുക്കണ്ട. നീ ഇങ്ങനെയാണ് കുറെ നേടിയെടുക്കും. പിന്നെ സഹതാവൊന്നും എനിക്ക് വേണ്ട, ഞാനൊന്നും അല്ല, ഒന്നുമേ അല്ല. പാടേ ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു താല്പര്യം എനിക്കില്ല. എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് പറയാനോ ഒന്നിനും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഒരു 50 പ്രാവശ്യം ഇങ്ങനെ പറ, അപ്പം വീഡിയോ ലെങ്ത് നല്ല അരമണിക്കൂറിലേട്ടാവും, അപ്പൊ പിന്നെയും ഡോളർ വീഴും. എന്നെല്ലാം പറയും. അതാണ് ബല്ലു ഫാമിലി സുജി. ആട്ടോക്കാർ നായമാണ്, ആട്ടോക്കാർ നല്ലവണ ആട്ടുകാരണ്ടാ. ഇത്രയും നാണം കെട്ടൊരു ഫാമിലി എന്നൊക്കെയാണ് കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. സത്യമാണെന്ന് തോന്നുന്നു. മല്ലു ഫാമിലി എന്നൊക്കെയാണ് പേര് ചാനലിന്റെ. പക്ഷെ കറക്റ്റ് ആയിട്ട് ഇടേണ്ട പേര് ഡ്രാമ ഫാമിലി എന്നായിരുന്നു എന്നാണ് കമന്റ് ബോക്സിലെ വിദഗ്ധർ പറയുന്നത്. ശരിയാണെന്ന് തോന്നുന്നു. ഡ്രാമയല്ലേ, ഫുൾ ഡ്രാമ. ഇത് പാട്ട് പാടി പാടവാടാടവാടാടാ. ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എടുത്തിട്ടില്ല. ഇപ്പൊ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴായിട്ട് നിങ്ങളെ മുന്നിക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി അതിനെപ്പറ്റി അങ്ങനെ പറയാതെ പോയി. എല്ലാം നീ പറയുന്ന സ്ഥിതിക്ക് അതും കൂടി പറയടേ. എന്തോന്നല്ലേ ഇത്? കുടുംബ പ്രശ്നം ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബില് തീർക്കുന്ന ലോകത്തില് ആദ്യത്തെ അവസാനത്തെയും എന്ന് പറയില്ലേ, ലോകത്തിലെ അങ്ങനെ യൂട്യൂബിലും മറ്റും തീർത്താലല്ലേ പൈസ കിട്ടൂ. മൊണ്ണ കുടുംബങ്ങളുടെ കൂട്ടത്തിലെ ഒരു മൊണ്ണ. അങ്ങനെ കുടുംബ പ്രശ്നം വേറൊരാൾ ചെയ്ത് ഒരു ഫോർച്യൂണർ ഒരു വീട് എല്ലാം അവൻ വാങ്ങിച്ച് അവൻ സെറ്റിലായി. അതുകൊണ്ട് അതേപോലെ കുറെ പേരെ ഇറങ്ങിക്കുകയാണ് കുടുംബ പ്രശ്നം യൂട്യൂബിൽ തീക്കാൻ വേണ്ടി. എന്നേ ഞാൻ പറയത്തുള്ളൂ. കുടുംബ പ്രശ്നം ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ തീർക്കുകയാണ്. അയ്യോ, ഒരു സമയം പറയും ഭാര്യയ്ക്ക് അവിഹിതമെന്ന്, വേറൊരു സമയം പറയും ഡിവോഴ്സിന്റെ വക്കീലാണ് എന്ന്. കോടതിയുടെ ബോർഡൊക്കെ കാണിക്കും, സ്റ്റേഷന്റെ ബോർഡ്, വക്കീലിന്റെ ബോർഡ്, ഇതൊക്കെ കാണിക്കും. ഇങ്ങനെ ഒരു കാട്ടുമണ്ണ് നീ അല്ലാണ്ട് ഈ ലോകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. എടാ സത്യോടാ, നിനക്ക് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞിരിക്കാൻ നിനക്ക് തന്നെ സ്വയമേ നിന്നോടൊരു പുച്ഛം തോന്നുന്നില്ലടാ സുജിനെ. സീരിയസ്ലി ചോദിക്കുക. നാളെ ഇതൊക്കെ മക്കള് കാണുമെന്നോ, ആ മക്കള് സ്കൂളിൽ പോകുമ്പോ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ എന്ത് കോപ്രായെന്ന് പറഞ്ഞ് പിള്ളേരെ കളിയാക്കുന്നതും.
അതൊക്കെ ഇവർക്ക് ഒരു പ്രശ്നമല്ല, പൈസ കിട്ടിയാൽ മതിയല്ലോ. അതും ഇതൊക്കെ ബേസ് ചെയ്ത കുട്ടികൾ നാളെ വളരുന്ന ഒരു സ്റ്റേജ്, ഇതിനൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ പൈസ വേണം, ജീവിക്കാൻ ഈ ഭൂമിയിൽ പൈസ തന്നെ വേണം. അത് ഇല്ലാതെ കടന്ന നിനക്ക് അത് വന്നപ്പോ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അടക്കം നിനക്കതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബകാര്യങ്ങളെടുത്ത് നാട്ടുകാരെ കാണിച്ച് ചീഞ്ഞളിഞ്ഞ് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് നിനക്ക് ഉളുപ്പൊന്നുമില്ലടാ സുജിനെ? ഇവനെവിടെ നിന്ന് ഉളുപ്പ് വരാൻ? 2 അല്ല 3 അല്ല 4 നീ കെട്ടിയാലും സ്വഭാവം നന്നായിരിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. എന്തൊക്കെ വർഗങ്ങളുണ്ടോ. ഇനി പോട്ട് അടുത്ത് ഇവന്റെ ജഗണ് കാണാം. ഇവനെ പറ്റിയപ്പെട്ട് ഞാൻ BGM ഇട്ട് പാടിത്തരായിരുന്നു. ഇതിവിടെ കഥയിലെ രാജകുമാരനും ഭവകുമാരിയും ഉന്നാകാം, പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ, കരളിലെ മോഹം തളിരണിയാനായി തപം ചെയ്യും. അതൊക്കെ നടത്തി കൊടുക്കാനും കുറെ വേറെ എണ്ണം, അവരൊക്കെ ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ, അതായിരിക്കും. ഇനി അമ്പലക്കൈ മണമിൽ കഥയിലെ രാജകുമാരിയും ഭവകുമാരനും ഒന്നാവാം, പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ, കരളിലെ മോഹം തളിരണിയാനായി. ശ്രീലകം വാഴുന്ന ദേവി, ഗണമന്ത്രമുണർത്തുന്ന ദേവി, തപസിരിക്കും സ്നേഹമനസ്സുകൾക്ക് ആശ്വാസമേകി, ഒഴുകുന്നു ദീപങ്ങൾ ഒരു കൈതളങ്ങൾ അത് കണ്ട് കൈനീട്ടി. ഇതെന്താണ് സൈഡിൽ പാട്ടൊക്കെ? എന്താണ് എന്തായാലും ഇത്രയും നിങ്ങൾക്ക് വേണ്ടിട്ട്. അതെ, പാട്ട് നിങ്ങൾ കേട്ട് കാണും. ഇനിയും നിങ്ങൾ ഒരുപാട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ പാടിയില്ലെങ്കിൽ പിന്നെ ഞാനൊരു പാട്ടുകാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ അർത്ഥം? പോട്ടെ. ഇനി താട്ടന്റെ തീട്ടി വന്നിട്ടുണ്ട്. അയ്യോ, താട്ടന്റെ തീട്ടിയല്ലല്ലോ, തീട്ടന്റെ താട്ടല്ലേ? താട്ടനാണ് സുജിത്. താട്ടന്റെ അനിയത്തി വന്നിട്ടുണ്ട്, കുഞ്ഞൂസും കുഞ്ചൂസും എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്തായാലും കുഞ്ചൂസ് കുറച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട്. കുഞ്ചൂസ്, മെഴുകല നമുക്ക് തുടങ്ങാം. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു വ്ലോഗ് ഇടുന്നത്. നിങ്ങൾ എല്ലാവരും സ്ഥിരമായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ളേ. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ എന്നും ഇടുകയും ചെയ്യും, ഇങ്ങനെ പറയുകയും ചെയ്യും. യൂട്യൂബിലോട്ട് വരുന്ന കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നത്. എന്തൊന്നേ സ്ഥിരം പല്ലവിയാണല്ലോ. ഇതെല്ലാവരും നിങ്ങൾ കാണാൻ പാടാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. രാവിലെ എണീച്ചിട്ട് ഞാൻ 3 നേരം ഇത് പറയുന്നു. പറ പക്ഷെ അത് ഇടാൻ സമ്മതിക്കത്തില്ല. ആരും ബെല്ലടിക്കല്ലേ, പോയി നോക്കിട്ട് വരട്ടെ. അയ്യോ, എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. പറ. ഓക്കെ. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വ്ലോഗൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഞാനിപ്പോ ഇന്ന് വീഡിയോ എടുത്തിട്ട് ഷോർട്സ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല, വ്ലോഗൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ട് ബാക്കി പറയൂ. നാളെയാണ് കേട്ടോ നമ്മുടെ ആ കമന്റ് ബോക്സ് വായിച്ചാൽ തന്നെ അറിയാം. ഇതാണ് ഞാൻ നേരത്തെ വായിച്ചത്. ഇത്രയും നാണം കെട്ട ഒരു ഫാമിലി. തൊട്ട് താഴെ മല്ലു ഫാമിലി അല്ല, ഡ്രാമ ഫാമിലി, ഇതൊക്കെ ഉള്ളതാണ്. മെയിൻ ഡേ വരുന്നത്. എന്തേലും ഒന്നൊക്കെ പറ. ഒന്ന് ഇന്ന് വീഡിയോ ഇടാം, അല്ലെങ്കിൽ നാളെ വീഡിയോ ഇടാം, അല്ലെങ്കിൽ നാളെ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ഇടും. എന്തുവാ? പക്ഷെ ഇന്ന് നമ്മൾ അതിന്റെ വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ ഇന്ന് തൊട്ടുള്ള വീഡിയോസിന് എടുത്തിട്ടുണ്ടായി. നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഇത്രയും നാണം കെട്ട ഒരു ഫാമിലി കമന്റിലുണ്ട്. സത്യം, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം കണ്ടന്റ് ആണ്. ഒരു ഉളുപ്പും നാണവും ഇല്ലാത്ത ഫാമിലി, ഡ്രാമ ഫാമിലി. സത്യം, ഒന്ന് പോളൂ. 465 ലൈക്ക്. അപ്പൊ വേറെ ആൾക്കാരും ഉണ്ട്. എങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവുണ്ട് പറഞ്ഞാൽ മതി. നമ്മളെല്ലാവരും സാധാരണ വാവുണ്ടാണ് കാര്യങ്ങൾ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ ഇനി വേറെ വല്ലതാണ്? എനിക്ക് സംശയം ഉണ്ട് കേട്ടോ. നിങ്ങളെ പരിപാടികളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വാവുണ്ട് തന്നെയാണോ സംസാരിക്കുന്നതെന്ന്. ഞങ്ങൾ റേഷൻ കട വഴി അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ എടുക്കുക. സാധാരണ പഞ്ചായത്തിലാണ്, ഇപ്പൊ റേഷൻ കട വഴിയാണ്. ഇനി നിങ്ങൾ കാരണം റേഷൻ കട വഴി ഞാൻ അപേക്ഷ കൊടുക്കും. എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ അവർക്ക് സ്വന്തമായി ഒന്ന് വിട്ടൂടെ? ഈ ഫ്രണ്ട്സിന് ഇത്രയും അന്തമില്ലേ? എന്തെന്ന് വയനാടൻ ഫാമിലിയെ കണ്ടു പഠിക്ക്. അയ്യോ, കണ്ടുപഠിക്കാൻ പറയണം. നല്ല ആള്. അയ്യോ, അത് വേറൊരു സാധനം, അത് വേറെ യൂണിവേഴ്സ്. ഡ്രാമയൊന്നുമല്ല, അതൊക്കെ വെറും നാടകമായിരുന്നു. ഡ്രാമയൊന്നുമല്ല. നിങ്ങളൊക്കെ വളരെയധികം പെർഫെക്റ്റ് ആണ്. നിങ്ങളൊക്കെ കാണിച്ചതെല്ലാം നാടകമാണ്, ഒരിക്കലും ഡ്രാമയല്ല. അതെ, ലൈഫിൽ അത് നടക്കും. നാണം കെട്ടിട്ടായാലും പണം നേടുക, പണം നമ്മുടെ നാണം മറയ്ക്കും. അങ്ങനെയൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതാണ് ഇവർ പിന്തുടരുന്നത്. നിങ്ങൾ ഇത്രത്തോളമൊക്കെ സീരിയസ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി സീരിയസ് ആവും? നിങ്ങൾ അങ്ങനെ കുറച്ചൊരു പൊടി കടങ്ങ്. ഇത്രയും സീരിയസ് ആവാൻ നിൽക്കല്ലേ. 2 കമന്റ് കൂടി വായിക്കാം. കല്യാണം കഴിക്കുകയോ പിരിയോ എന്ന് വീണ്ടും നാടകം കളിക്കുക. വീണ്ടും
ഇത് തന്നെ ചെയ്യുക. എന്നിട്ട് ആരും ഒന്നും പറയുന്നില്ല അത്രേ. മണ്ണാങ്കട്ട ഒരു സ്നേഹവും ഇഷ്ടവുമുള്ള ഫാമിലി ആയിരുന്നു, ഇപ്പൊ വെറുത്തു. ഡിവോഴ്സ് ഒഫീഷ്യലി നടന്നത് കൊണ്ടാണോ വീണ്ടും താലി കെട്ടിയത്? വാവ്, വീണ്ടും മൊണ്ണകളതിന്റെ അടിയിലുണ്ടെന്നുള്ളത് വേറൊരു അവസ്ഥ. പക്ഷെയാണ് ആൾക്കാർ സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല പോലെ തെറി വിളിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം താലി കെട്ടിക്കൊണ്ട് എന്ത് കാര്യം? രണ്ടുപേരുടെ സ്വഭാവം പഴയതുപോലെ തന്നെയല്ലേ? അതെ അതെ, അതാണ് ആദ്യം ശരിയാ വേണ്ടത്. കറക്റ്റ് അല്ലേ? ആ കമന്റ് കറക്റ്റ് ആയിട്ട്. രണ്ടുപേരും 4-5 പ്രാവശ്യം കെട്ടിയാലും സ്വഭാവം പഴയത് തന്നെയല്ലേ? നമുക്കറിയുള്ളൂ. കുറെ പേര് പറഞ്ഞ വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി റീച്ചിൽ നിൽക്കുകയല്ലേ? നോക്കട്ടെ, ഇവരുടെ ഡിവോഴ്സ് ഡ്രാമ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ വീണ്ടും കെട്ടി എന്ന് പറഞ്ഞ് ഇവർ വരുമെന്ന്. അതെ, അത് ഞാനും പറഞ്ഞായിരുന്നു. വീണ്ടും വരും. ഇതൊക്കെ എവിടെ കൂടിയെങ്കിലും എന്തെങ്കിലും കുടായ്പകളും കാണിച്ചും കൊണ്ട് നാട്ടുകാരെ കണ്ണി പൊട്ടിയിട്ടാനിട്ട് പറ്റിക്കാനായിട്ട് വീണ്ടും കെട്ടി എഴുന്നള്ളി കൊടുക്കായിട്ട് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് ആരും ഇന്ന് വരെ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓ അങ്ങനെ, നിങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. സുജിന്റെ തീട്ടായി ഏട്ടായി അല്ലേ, അവന്റെ ചാനലിൽ കയറി നോക്ക്, അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ ഒന്നുകൂടി അവൻ 10-100 ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്ക്. കണ്ണൂർന്നു അത് മതിയല്ലോ. നമ്മളിപ്പോ അതൊരു കോൺട്രവേഴ്സി ആക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ അയ്യോ, ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സി അവരെ തന്നെ ആക്കി, എന്നിട്ട് താല്പര്യപ്പെടുന്നില്ല. നിങ്ങളൊന്നും കോൺട്രവേഴ്സി ആക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളൊക്കെ മറ്റേ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പിഞ്ച് പിള്ള ഒന്നും നിങ്ങൾ കോൺട്രവേഴ്സി ആക്കുന്നില്ല. നിങ്ങളൊക്കെ ഉള്ളുള്ള വലിയ ആൾക്കാർ. ഒരു കമന്റ് കൂടി വായിച്ചുതരാം. എല്ലാ വീടുകളിലും പ്രശ്നം കാണും. കുറച്ച് നാൾ പിരിഞ്ഞ് ഇരുന്നപ്പോൾ അവർക്ക് അവരുടെ സ്നേഹം മനസ്സിലായി. ആരാണ് ഈ മൊണ്ണ ദേവൂസ് അല്ലെങ്കിൽ പേര് മോശം. അവരുടെ മക്കൾ അതാണ് ഇനി രണ്ടുപേരുടെയും ലോകം. മക്കൾക്ക് നല്ല അമ്മയും അച്ഛനുമായി. ഇവര് അടുത്ത നാടകമായിട്ട് വരും നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കാൻ. നോക്കിയിരുന്നോ? ദേവൂസേ നല്ലൊരു പേരാണ്, മോശമാക്കരുത്. ഓക്കെ, ഇനി താഴിനുണ്ട്. ഇനി അവരെ തനിച്ച് ഒരു ട്രിപ്പ് വിടൂ കുഞ്ചൂസ്. തിരക്കെല്ലാം അതെ ഹണിമൂൺ ആയിട്ട് പോട്ടെ, വരട്ടെ. മാറ്റി വെച്ച് അവർ മാത്രമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യട്ടെ. ദാറ്റ്സ് ബെറ്റർ ടു ഇംപ്രൂവ് ദെയർ ലവ്. 147 മൊണ്ണാൾ അതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ആരാടാ തീട്ടങ്ങൾ ചവച്ചിട്ടുണ്ടെന്ന ടീംസുകൾ? ആദ്യം തൊട്ട് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ 10 വീഡിയോസും അല്ലെങ്കിൽ 10-30 വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നെങ്കിൽ അതൊക്കെ ഓക്കെ. ഇട്ടിട്ടുണ്ട്. 10-30 വീഡിയോ ഉണ്ട്. 2 വീഡിയോ തന്നെ 20 ലക്ഷം രൂപ അടിച്ചിട്ട് പോയില്ല. ആ സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നടാ പണി വെച്ചെടുക്കേ. ആ ഒരു വിഷയത്തെ ഇപ്പൊ കഴിഞ്ഞ 6 മന്ത് ആയിട്ട് അത് ഇരിക്കട്ടെ. താട്ടന്റെ നെറ്റിയിൽ എന്ത് പറ്റി? പോട്ടെ, സ്റ്റിക്കറങ്ങളൊക്കെ എന്തോ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചിരുന്നതെന്ന് തോന്നുന്നു. അത് നെറ്റിയിൽ വെച്ചിട്ടുണ്ട്. ഇളക്കിക്കളെ. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാ. സെപ്പറേറ്റ് ആയിട്ടാണ് നന്നായിരുന്നത്. പക്ഷെ ഇതുവരെ അച്ചോടാ, ഞങ്ങൾ അറിഞ്ഞില്ല നിങ്ങളുടെ താട്ടായും തീട്ടായും ഒക്കെ സെപ്പറേറ്റഡ് ആയിരുന്നു. വിഷമിപ്പിച്ച കളയിൽ ഇങ്ങനെ ഒരു നാത്തൂൻ പൊന്നു സിന്ധുവിന്റെ ഇങ്ങനെ ഒരു നാത്തൂനെ കിട്ടി ഭാഗ്യാണെന്ന്. കുടുംബത്തോടെ ഉടായ്പ കാണിക്കുമ്പോ അത് എന്താ മനസ്സിലാവും. ഇനിയെങ്കിലും നാടകം മാറ്റി നന്നായി ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൊണ്ണകളെ നമ്മള് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് യാതൊരു വീഡിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും കൂടെ സംസാരിച്ച് ആ വിഷയത്തിലൊരു എൻഡിങ് നമ്മൾ ഉണ്ടാക്കി. ഇപ്പം ഇത് എൻഡിങ് ആയിരുന്നു. ഒന്നുകൂടി പിടിച്ച് കെട്ടിക്കുന്നതാണ് നിങ്ങളുടെ രീതി വെച്ചിട്ട് എൻഡിങ്. അപ്പൊ എന്തായാലും ഒരു ഡ്രാമയാണ് നമ്മൾ കണ്ടത്. ഇനിയും അടുത്ത ഡ്രാമ ആയിട്ട് അവർ വരും. പെങ്ങളും ചേട്ടനും എല്ലാം കൂടി വരും. സോ നമ്മുടെ ഇത്രേ ചെയ്യുന്നുള്ളൂ റിയാക്ഷൻ കൂടി. ഇതിൽ ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമെങ്കിൽ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുള്ള ചാനലിൽ പോയി കണ്ടു നോക്കുക. കൊള്ളാം. ഒരു ഡ്രാമ ആണ് നമ്മൾ കണ്ടു വന്നിരുന്നത്. അതിനൊരു ഫ്ലോ പോയില്ലേ. സോ അവിടെ പോയി കണ്ടു നോക്കുക. ഒന്നും പറയാനില്ല ഗൈസ് ഇതിനെ പറ്റിയൊന്നും. അവർ കുറെ ഡോളറുകൾ നേടുന്നുണ്ട്. ഇഷ്ടം പോലെ. പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഡോളറിന്റെ കണക്ക് കാണിക്കണുള്ളൂ. അതുകൊണ്ടായിരിക്കും സൈഡിൽ കൂടെ ചെറിയ ബിസിനസ് നടത്തുന്നത്. അങ്ങനെ കുറെ പേര് ഇതേപോലെ സൈഡ് ബിസിനസ് നടത്തുന്നത് ഞാൻ കണ്ടു. അവരൊക്കെ GST വെട്ടിക്കാൻ തോന്നുന്നു എന്നാണ് എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു തന്നത്. സോ എന്തൊക്കെയായാലും അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പോട്ടെ. നമുക്ക് വീഡിയോ വ്യൂസും നമുക്കും കുറവാണ്. നമുക്കും ഡോളർ ഒന്നുമില്ല. നമുക്ക് ഒന്നും എനേബിൾ ആയിട്ടില്ല. ഇനി ആവുമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ മികച്ച നല്ലൊരു വീഡിയോയുമായി അടുത്ത് നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും ബൈ ഗൈസ്.